പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 22 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫേഴ്സിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ടെലഗ്രാം ചാനലിൽ ജേഡിസ് കറണ്ട് അഫേഴ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം, റിവൈസ് ചെയ്യാം. അത് നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുകയുള്ളൂ. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാം. ഇന്ന് സെപ്റ്റംബർ 22 നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, മോഹൻലാൽ ടു റിസീവ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സമ്മാനിക്കും. ഇന്നലത്തെ പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ്, മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിക്കാൻ പോവുകയാണ്. ഏത് വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആണ് മോഹൻലാലിന് ലഭിക്കാൻ പോകുന്നത്? അതുപോലെ ഇതിനു മുമ്പ് ആർക്കാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതിഹാസ നടൻ, സംവിധായകൻ, നിർമ്മാതാവ് മോഹൻലാലിന് ഏത് വർഷത്തെ അഭിമാനകരമായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകും? 2023. 2023 അവാർഡ് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലെജൻഡറി ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ മോഹൻലാൽ ആണ് ഈ വർഷത്തെ, അതായത് 2023 ഈ അവാർഡ് സ്വീകരിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് 2004 അടൂർ ഗോപാലകൃഷ്ണനെ ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടാമത്തെ വ്യക്തിയാണ് ഫ്രം കേരള ഈ അവാർഡ് വാങ്ങാൻ പോകുന്നത്. ഏത് മന്ത്രാലയമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകുന്നത്? വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ദ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകുന്നത്. 2023 അവാർഡ് ആണ് മോഹൻലാലിന്. ഏത് ചിത്രത്തിന് നിർമ്മാതാവ് എന്ന നിലയിൽ ഇതിഹാസ നടൻ, സംവിധായകൻ, നിർമ്മാതാവ് മോഹൻലാലിന് മികച്ച ഫീച്ചർ ഫിലിം അവാർഡ് ലഭിച്ചു? വാനപ്രസ്ഥം. മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ 2001 പത്മശ്രീ, 2019 പത്മഭൂഷൺ, കൂടാതെ തന്നെ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് വാനപ്രസ്ഥം എന്നിവ ലഭിച്ച വ്യക്തിയാണ് മോഹൻലാൽ. അദ്ദേഹത്തിനാണ് ഇപ്പോൾ 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങ് ഏത് തീയതിയിലാണ് നടക്കുക? 2025 സെപ്റ്റംബർ 23. നാഷണൽ ഫിലിം അവാർഡ് 71st നാഷണൽ അവാർഡിൽ വെച്ചായിരിക്കുള്ളൂ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി ആദരിക്കുന്നത്. മിക്കവാറും എല്ലാ പത്രങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോലുള്ള പ്രമുഖ വ്യക്തികൾ അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ സിനിമാ മേഖലയിലെ ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണ്? ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. സോ ഫിലിം വേൾഡിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന അവാർഡ് ആണ്. അതിലപ്പുറം ഇനി ഇല്ല എന്ന് പറയാം. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സിനിമയിലെ ഫിലിം അവാർഡ്. ഇതാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് മോഹൻലാലിന്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, എൻഡ് ഓഫ് എൻ ഇറ, ഐ ഹാവ് ടു റിട്ടയർ ഐക്കോണിക് MiG-21. ഒരു യുഗത്തിന്റെ അവസാനം, ഐക്കോണിക് MiG-21 ഇന്ത്യൻ വ്യോമസേന വിരമിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയിൽ വിരമിക്കാൻ പോകുന്ന ഒരു വിമാനമാണ് MiG-21. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് MiG-21 അധികം ഉപയോഗിക്കാറില്ല. അതിൻ്റെ അവസാനത്തെ ലാസ്റ്റ് വിരമിക്കൽ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് അത് കഴിഞ്ഞാൽ പിന്നെ MiG-21 അത് വെറും ചരിത്രത്തിലെ ഒരു ഭാഗമായിട്ട് മാറുന്ന ഒന്നാണ് MiG-21. ഏതാണ്ട് 62 വർഷത്തോളം MiG-21 ഇന്ത്യൻ എയർഫോഴ്സിന് സേവനം നൽകിയിട്ടുള്ള ഒരു വിമാനമാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ വ്യോമസേന അതിന്റെ ഇതിഹാസമായ MiG-21 യുദ്ധവിമാനങ്ങൾ ഔദ്യോഗികമായി പിൻവലിക്കുന്നത് ഏത് തീയതിയിലാണ്? 2025 സെപ്റ്റംബർ 26. ഈ വരുന്ന സെപ്റ്റംബർ 26 തീയതിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള MiG-21 എന്ന ആ ഫൈറ്റർ ജെറ്റ് അത് വിഡ്രോ ചെയ്യാൻ പോകുന്നത്, അത് പിൻവലിക്കാൻ പോകുന്നത്. ഇന്ത്യൻ വ്യോമസേനയിൽ MiG-21 യുദ്ധവിമാനങ്ങൾ ഏത് പേരിലാണ് വ്യാപകമായി അറിയപ്പെടുന്നത്? ബൈസൺ. സോ MiG-21 ബൈസൺ എന്ന പേരിലാണ് ഏറ്റവും കൂടുതലായിട്ട് MiG-21 അറിയപ്പെടുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ. ഏത് വർഷത്തിലാണ് ഇന്ത്യൻ വ്യോമസേനയിൽ MiG-21 യുദ്ധവിമാനങ്ങൾ അവതരിപ്പിച്ചത്? 1963. 13 MiG-21. 1963 MiG-21 13 വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് കൈമാറിയിട്ടുള്ളത്. റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു വിമാനമാണ് MiG-21. മിഗ് സീരീസിലുള്ള എല്ലാ വിമാനങ്ങളും അത് റഷ്യ നൽകിയിട്ടുള്ള വിമാനങ്ങളാണ്. ആദ്യ സൂപ്പർസോണിക് എന്ന വിളിപ്പേര് നേടിയ MiG-21 ആദ്യത്തെ ഓപ്പറേറ്റഡ് സ്ക്വാഡ്രൺ ഏതാണ്?
ചണ്ഡീഗഡിലെ നമ്പർ 28 സ്ക്വാഡൻ. അപ്പോൾ നമ്പർ 28 സ്ക്വാഡൻ ചണ്ഡീഗഡ് എന്ന് പറയുമ്പോൾ അത് അറിയപ്പെടുന്നത് മിഗ്-21 എന്ന വിമാനത്തിന്റെ ആ ഒരു സ്ക്വാഡൻ എന്ന പേരിലാണ്. മിഗ്-21 ആണ് 1963 ഇൻഡക്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള മിഗ്-21 ആണ് വരുന്ന സെപ്റ്റംബർ 23 അത് വിട ചൊല്ലാൻ പോകുന്നത്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ്പ് ഡേ, അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തിന്റെ പ്രമേയം എന്താണ്? ക്ലീൻ സിറ്റി എഗെയിൻസ്റ്റ് ദി ക്ലൈമറ്റ് ക്രൈസിസ്. കാലാവസ്ഥ പ്രതിസന്ധിക്കെതിരെ സമുദ്രങ്ങൾ വൃത്തിയാക്കുക. ഇതാണ് 2025 അന്താരാഷ്ട്ര കോസ്റ്റൽ ക്ലീനപ്പിന്റെ തീം. വർഷം തോറും ഏത് തീയതിയിലാണ് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം ആഘോഷിക്കുന്നത്? സെപ്റ്റംബർ മാസത്തിലെ 3-ാം ശനിയാഴ്ച. ദ തേർഡ് സാറ്റർഡേ ഓഫ് സെപ്റ്റംബർ ആണ് എല്ലാ വർഷവും ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ്പ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഈ പ്രാവശ്യം 3 സെപ്റ്റംബർ 20-ാം തീയതിയായിരുന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 20-ാം തീയതിയായിരുന്നു ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ്പ് ഡേ ആയിട്ട് ഇന്ത്യ ആചരിച്ചിട്ടുള്ളത്. ഏത് 2 സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ പരിപാടി നടക്കുന്നത്? UNEP, സൗത്ത് ഏഷ്യ കോഓപ്പറേറ്റീവ് എൻവയോൺമെന്റ് പ്രോഗ്രാം. UNEP എന്നാൽ യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം. കൂടാതെ സൗത്ത് ഏഷ്യ കോഓപ്പറേറ്റീവ് എൻവയോൺമെന്റ് പ്രോഗ്രാം. ഇവ 2 ഓർഗനൈസേഷന്റെ അണ്ടറിലാണ് എല്ലാ വർഷവും ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ്പ് ഡേ ആയിട്ട് ലോകമെമ്പാടും ആചരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമുദ്രങ്ങളുടെ സമുദ്രതീര പ്രദേശങ്ങളിലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലീനപ്പ് എന്ന ആ ഒരു വർക്ക് ആണ് നടക്കുന്നത്. 26,000-ലധികം വോളണ്ടിയർമാരുമായി 2025 അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം രാജ്യവ്യാപകമായി ആഘോഷിച്ച പ്രതിരോധ സേന ഏതാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഈ ഒരു പ്രത്യേക കാര്യത്തിൽ, അതായത് കോസ്റ്റൽ ഏരിയയുടെ ക്ലീനപ്പ് ആയി ബന്ധപ്പെട്ട് അറൌണ്ട് 26,000 വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 20 ദ തേർഡ് സാറ്റർഡേ ഓഫ് സെപ്റ്റംബർ. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് ദ ഫസ്റ്റ് എവർ ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഈസ് ബീങ് സെറ്റപ്പ് ഇൻ ഓവർസീസ്. വിദേശത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്നു. ഇതൊരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഡിഫൻസ് ബന്ധപ്പെട്ട ഒന്നാണ്. അതായത് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് വിദേശത്തേക്കും ആരംഭിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു പ്ലാന്റ് വിദേശത്ത് ആരംഭിക്കുന്നത് ഡിഫൻസ് ആയി ബന്ധപ്പെട്ട്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ പ്ലാന്റ് ഏത് രാജ്യത്താണ് സ്ഥാപിക്കുക? മൊറോക്കോ എന്ന രാജ്യത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ദ ഫസ്റ്റ് ഓവർസീസ് ഡിഫൻസ് പ്ലാന്റ് ആരംഭിക്കാൻ പോകുന്നത്. മൊറോക്കോ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ടാറ്റ അഡ്വാൻസ് സിസ്റ്റം മാർക്കോസിന്റെ വീൽഡ് ആംഡ് പ്ലാറ്റ്ഫോമിനായുള്ള പുതിയ നിർമ്മാണ സൗകര്യത്തിന്റെ ഉദ്ഘാടനത്തിൽ ഇന്ത്യയിൽ നിന്ന് ആരൊക്കെ പങ്കെടുക്കും? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇന്ന്, അതായത് സെപ്റ്റംബർ 22-ാം തീയതി മൊറോക്കോ സന്ദർശിക്കുകയാണ്. ഈ ഒരു വേളയിലാണ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം മൊറോക്കോയിൽ മാർക്കോസിന്റെ പുതിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് വീൽഡ് ആംഡ് പ്ലാറ്റ്ഫോമിന്റെ ഒരു പുതിയ ഫെസിലിറ്റി, മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ആരംഭിക്കുന്നത്. മൊറോക്കോയുടെ തലസ്ഥാനം ഏതാണ്? റബത്ത് ആണ് മൊറോക്കോയുടെ തലസ്ഥാനം. മൊറോക്കോ എന്ന രാജ്യം ഇത് നോർത്ത് ആഫ്രിക്കൻ കൺട്രിയാണ്. ഈ രാജ്യത്തിന്റെ ബോർഡറിൽ വരുന്ന ഒന്നാണ് അറ്റ്ലാന്റിക് ഓഷ്യനും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സീയും. മൊറോക്കോ എന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് റബത്ത്. കറൻസി ആണ് മൊറോക്കൻ ദിറം. ഒഫീഷ്യൽ ലാംഗ്വേജ് അറബിക്. കൂടാതെ തന്നെ മൊറോക്കൻ ബർബർ എന്ന് പറയുന്ന 2 ലാംഗ്വേജസ് ആണുള്ളത്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ ടു ബി ഓപ്പറേഷണൽ ബൈ 2027. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ 2027 പ്രവർത്തനക്ഷമമാകും. ഇന്ന് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിനിന്റെ ആ പ്രൊജക്റ്റ്. ഈ ഒരു പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, NHSRCL എന്നറിയപ്പെടുന്ന നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിവേഗ ഇടനാഴിയുടെ ആദ്യഘട്ടമായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ 2027 ഡിസംബറിൽ ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിൽ ആരംഭിക്കും? സൂറത്ത് ബിലിമോറ ഭാഗം. അഹമ്മദാബാദ് മുതൽ മുംബൈ വരെയുള്ള ഏതാണ്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു റൂട്ട് ആണ് അഹമ്മദാബാദ് മുംബൈ റൂട്ട്. ഈ റൂട്ടിലാണ് ഇപ്പോൾ വരാൻ പോകുന്ന ബുള്ളറ്റ് ട്രെയിൻ.
ഈ ഒരു ട്രെയിനിൻ്റെ ആദ്യത്തെ ഒരു ഫേസ് ആരംഭിക്കുകയാണ്. ഇത് സൂറത്ത് ബിലിമോറ സെക്ഷനിലാണ് ആദ്യത്തെ ആ ഒരു ഫേസ് 1 ആരംഭിക്കാൻ പോകുന്നത്. ഇത് ഡിസംബർ 2027 കൂടി ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി ഷിൽഫട്ടയ്ക്കും ഗൻസോളിക്കും ഇടയിലുള്ള തുരങ്കത്തിൻ്റെ ദൂരം എത്രയാണ്? 4.88 കിലോമീറ്റർ നീളമുള്ള തുരങ്കം. ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഷിൽഫട്ട ഗൻസോലി എന്ന ആ തുരങ്കത്തിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു തുരങ്കമാണ് 4.88 കിലോമീറ്റർ ടണൽ. ഇത് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടണൽ ആണ്. മഹാരാഷ്ട്രയിൽ ആണ് ഷിൽഫട്ട ഗൻസോലി എന്ന് പറയുന്ന ഈ ടണൽ 4.88 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ടണൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്: പവൻ കുമാർ ഭീമപ്പ ബഞ്ചേന്ദ്രി ടേക്ക് ഓത്ത് ആസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് പട്ന ഹൈക്കോർട്ട്. പവൻ കുമാർ ഭീമപ്പ ബഞ്ചേന്ദ്രി പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തു. ബീഹാറിലെ ഹൈക്കോർട്ട് ആണ് പട്ന ഹൈക്കോർട്ട്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത പട്ന ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? പവൻ കുമാർ ഭീമപ്പ ബഞ്ചേന്ദ്രി. സെപ്റ്റംബർ 21 പട്ന ഹൈക്കോടതിന്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് പവൻ കുമാർ ഭീമപ്പ ബഞ്ചേന്ദ്രി. 2025 സെപ്റ്റംബർ 21 പട്ന ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി പവൻ കുമാർ ഭീമപ്പ ബഞ്ചേന്ദ്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ആരാണ്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഇപ്പോൾ ബീഹാറിന്റെ ഗവർണർ. അദ്ദേഹമാണ് ഹൈക്കോടതിന്റെ ചീഫ് ജസ്റ്റിസിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന വ്യക്തിയാണ് ഗവർണർ. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.